ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മണ്ണിനങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത്. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മണ്ണ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്, ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5-ആണ്. കേരളത്തിലെ മണ്ണ് മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകുണത്താണ് കേരളത്തിലെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി മണ്ണ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നോക്കാം. മണ്ണ് പാറകൾ പൊടിഞ്ഞ് അതുപോലെ വെതറിങ് നടന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, മണ്ണുണ്ടാകുന്നത്. മണ്ണിൽ 3 പാളികളുണ്ട്. അതിനെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഹോറിസോൺ എന്നാണ് പറയുന്നത്. മണ്ഡലം എ, മണ്ഡലം ബി, മണ്ഡലം സി, ഇങ്ങനെ 3 മണ്ഡലങ്ങളാണ് മണ്ണിൻ്റെ കാര്യത്തിലുള്ളത്. അതിൽ മണ്ഡലം സി എന്ന് പറയുന്നത് രൂപവൽക്കരണമാണ്. അതിൽ മണ്ണ് രൂപവൽക്കരണത്തിൻ്റെ പ്രാഥമിക ഘട്ടമാണ് മണ്ഡലം സിയിൽ നടക്കുന്നത്. മാതൃശില പൊടിഞ്ഞ് പദാർത്ഥങ്ങളാൽ രൂപവൽകൃതമായിട്ടുള്ളതാണ് മണ്ഡലം സി എന്ന് പറയുന്നത്. പിന്നീടത് എയും ബിയുമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യം രൂപപ്പെടുന്നത് മണ്ഡലം സി ആണ്. അപ്പോൾ അതിൽ ഓരോ ഭാഗങ്ങളാണ് ബെഡ് റോക്ക് എന്ന് പറഞ്ഞ കാര്യം. അതിനുശേഷം പാരൻറ്റ് മെറ്റീരിയൽ അവിടെ ഫോം ചെയ്യും ധാതുക്കളൊക്കെ കൊണ്ട്. അതിനുശേഷം സബ് സോയിലിൽ മണൽ, ചെളി, കളിമണ്ണ് തുടങ്ങിയ ഭാഗങ്ങളായിരിക്കും സബ് സോയിലുണ്ടാവുക. ഉപരിതലത്തിൽ ധാതുക്കൾ അടങ്ങിയിട്ടുള്ള ജൈവവസ്തുക്കളാവും ഉണ്ടാവുക. അതുപോലെ ജൈവം എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് കാണുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഇലയുടെയും അല്ലെങ്കിൽ വേരൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹ്യൂമസ് അല്ലെങ്കിൽ ജൈവതലം എന്ന് പറയുന്നത്, ജൈവം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണ്ണിൻ്റെ ഘടന. മണ്ണിൻ്റെ വർഗീകരണം പുരാതന കാലത്ത് ഉണ്ടായിരുന്നത് ഉർവര അല്ലെങ്കിൽ ഉഷര എന്ന് പറഞ്ഞിട്ടാണ്. ഉർവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലഭൂയിഷ്ഠമായ മണ്ണിനെയാണ് ഉർവര എന്ന് പറയുന്നത്. ഊഷര എന്ന് പറഞ്ഞാൽ വളക്കൂറില്ലാത്ത മണ്ണിനെയാണ് ഊഷര എന്ന് പറയുന്നത്. ഇനി മണ്ണിനെ തരികളുടെ വലുപ്പം അനുസരിച്ചിട്ട് അതുപോലെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. തരികളുടെ വലുപ്പം അനുസരിച്ചിട്ട് മണൽ, കളിമണ്ണ്, സിൽറ്റ്, ലോം എന്നൊക്കെ തരികളുടെ വലുപ്പം അനുസരിച്ചിട്ട് അതിനെ തരംതിരിച്ചിരിക്കുന്നു. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ കറുത്ത മണ്ണ്, ചുവന്ന മണ്ണ്, മഞ്ഞ മണ്ണ്, അങ്ങനെ പലതരത്തിലും. ഇന്ത്യയുടെ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്നതും മഞ്ഞ നിറത്തുമുള്ള മണ്ണ് റെഡ് ആൻഡ് യെല്ലോ സോയിൽ, വരണ്ട മണ്ണ് ആരിഡ് സോയിൽ, ലവണ മണ്ണ് സലൈൻ സോയിൽ, പീറ്റ് മണ്ണ് പീറ്റി സോയിൽ, വനമണ്ണ് എന്നൊക്കെയാണ്. ഇത് നമ്മൾ നോക്കാൻ പോകും നമ്മുടെ സാധാരണ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ്. അത് 8 തരത്തിലുണ്ട്. ലാട്രൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്, കറുത്ത മണ്ണ്, കരിമണ്ണ്. ആലപ്പാടൊക്കെയാണ് ഏറ്റവും കൂടുതൽ കരിമണ്ണ്. ആലപ്പുഴയിൽ കരിമണ്ണ് കൂടുതൽ കാണപ്പെടുന്നത്. ചുവന്ന മണ്ണ്, എക്കൽ മണ്ണ്, പർവ്വത മണ്ണ്, വനമണ്ണ് എന്നൊക്കെ. കേരളത്തിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാട്രൈറ്റ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മണ്ണാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എന്ന് പറയുന്നത് ലാട്രൈറ്റ് മണ്ണാണ്. അതിന് ഉയർന്ന ചൂടും മഴയും കിട്ടുന്ന സ്ഥലങ്ങളിൽ മഴയും താപവുമുള്ള പ്രദേശങ്ങളൊക്കെ കാണപ്പെടുന്ന മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ്. അതിലധികം ഫലഭൂഷ്ടിയില്ല. അപ്പോൾ മണ്ണൊലിപ്പ് പെട്ടെന്ന് സംഭവിക്കുന്ന മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ്. അയൺ, ഫോസ്ഫറസ്, അതുപോലെ തന്നെ അലുമിനിയം, അമ്ലത്വം ഏറ്റവും കൂടുതലുള്ളതും ഈ മണ്ണിനാണ്. റബ്ബറൊക്കെ കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്, കശുവണ്ടി, കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ്. കറുത്ത മണ്ണ് നോക്കാം. ചെർണോസം, ബസാൾട്ട് ഇതൊക്കെ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ശരിക്ക് കറുത്ത മണ്ണെന്ന് പറയുന്നത്. നമ്മൾ പിന്നെ പറയും അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്ന് ലാവ തണുത്തുറഞ്ഞിട്ടും അത് അവസ്ഥാന്തരം പ്രാപിച്ചിട്ടും ഉണ്ടാകുന്ന മണ്ണെന്ന് പറയാം. ഈ മണ്ണിനെ റിഗാർ എന്നു പേരും ഉണ്ട്. പരുത്തി കൃഷിക്കേറ്റ് അനുയോജ്യമായിട്ടുള്ള ക്ഷാര സ്വഭാവമുള്ള മണ്ണാണ് കറുത്ത മണ്ണ്. ജലം നിലനിർത്താനുള്ള ശേഷി വളരെ കൂടുതലാണ്. വരണ്ട് വിണ്ടു കയറുന്ന തരത്തിലുള്ള മണ്ണ് വെർട്ടിസോൾ എന്നാണ് പറയുന്നത്. പരുത്തി, നിലക്കടല, കരിമ്പ് എന്നിവയ്ക്ക് പറ്റിയ മണ്ണാണ്. ഇത്തരത്തിലുള്ള മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. ഇനി അടുത്തത് ചുവന്ന മണ്ണിനെ കുറിച്ച് നമുക്ക് നോക്കാം. ചുവന്ന മണ്ണ് തിരുവനന്തപുരത്തെ തെക്ക് ഭാഗത്തായിട്ടാണ് ചുവന്ന മണ്ണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും ചുവന്ന മണ്ണ് തന്നെയാണ്. അയൺ ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ ഫെറിക് ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ് അതിന് ചുവപ്പ് നിറം കാണപ്പെടുന്നത്. ഓണാട്ടുകര മണ്ണുമെന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. കരുനാഗപ്പള്ളി, മാവേലിക്കര എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഓണാട്ടുകര മണ്ണ്. ഇത് പൊതുവേ എള്ള് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. ആലപ്പുഴ, എറണാകുളം എന്നീ റീജിയനിലും ഈ പറഞ്ഞ ചുവന്ന മണ്ണ് കാണപ്പെടുന്നുണ്ട്. പൊക്കാളി മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ലവണത്വം ഏറ്റവും കൂടുതലായിട്ടുള്ള മണ്ണാണ് പൊക്കാളി മണ്ണ് എന്ന് പറഞ്ഞു.
അമ്ലത്വം അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് പൊക്കാളി ഈ പറഞ്ഞ പോലെ അമ്ലത്വം ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ണാണ്. നല്ല ഉയരത്തിലുള്ള നെൽച്ചെടികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പൊക്കാളി കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. വെറ്റില, നെൽവിത്തിനങ്ങൾ പൊക്കാളി കൃഷിക്കൊക്കെ ഭയങ്കര അനുയോജ്യമാണ്. കോൾമണ്ണ്. കോൾമണ്ണ് തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന മണ്ണാണ് കോൾമണ്ണ്. തൃശ്ശൂർ കോൾപ്പാടങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് കരുവന്നൂർ എന്ന് പറയുന്ന പുഴ. ഇനി ചാലിയാർ പുഴയുടെ തീരത്താണ് ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. കൈപ്പാട് കൃഷി. അപ്പോൾ പൊക്കാളി കൃഷി തന്നെയാണ് ഈ കൈപ്പാട് കൃഷി എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലാണ്. ഏഴോം എന്ന് പറയുന്ന നെൽവിത്താണ് സാധാരണയായിട്ട് ഈ പറഞ്ഞ കൈപ്പാട് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ വളരാനുള്ള അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ, അതുപോലെ വെള്ളപ്പൊക്കത്തിലൊക്കെ വളരാനുള്ള കഴിവ് ഏഴോം എന്ന കൃഷി ഉണ്ട്, നെല്ലിനുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ മൂലകങ്ങൾ അത് ഏറ്റവും കുറവായിരിക്കും ശരിക്കും പറഞ്ഞാൽ എക്കൽ മണ്ണിൽ. അത് ജൈവാംശം അതുപോലെ കുറവായിരിക്കും. പർവ്വത മണ്ണ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണാണ്. മലയോര മണ്ണ്, വനമണ്ണ് എന്നൊക്കെ പറയും. മലനാട് എന്ന ഭൂപ്രകൃതി ഏലം, തേയില എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നതിന് അനുബന്ധിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഏലം, തേയില എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായ pH എന്ന് പറയുന്നത് 6 തൊട്ട് 7.5 pHൻ്റെ ഇടയ്ക്കായിരിക്കും. മണ്ണിനകത്ത് അസിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അത് കുറയ്ക്കാനും, അപ്പോൾ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി കുമ്മായം ചേർക്കും. ക്ഷാര സ്വഭാവമുള്ള ആലം, അലുമിനിയം ഒക്കെ മാഗ്നീസിയം കൂടിയിട്ടുള്ള ആലം അത് ചേർക്കും. കൂടിപ്പോയാലോ ഫോസ്ഫറസ് ദ്രാവകം, സൾഫർ, ഗന്ധകമൊക്കെ ഉപയോഗിച്ച് അതിനെ കുറയ്ക്കാൻ നോക്കും. സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളിനെ നമ്മൾ പറയുന്ന പേര് നിങ്ങൾക്ക് അറിയാം, പ്രാഥമിക മൂലകങ്ങൾ എന്നാണ്. ദ്വിതീയ മൂലകങ്ങളും അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളും ആവശ്യമുണ്ട്. ഇത്രയാണ് നമ്മുടെ കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കുറിച്ച് നോക്കാം. അതിൽ എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. അതിൽ പൊട്ടാഷ് കൂടുതലായിട്ട് ഫോസ്ഫറസും കുറഞ്ഞ തോതിലും എക്കൽ മണ്ണിൽ നമ്മൾ ഇടണം, അതുപോലെ അടങ്ങിയിരിക്കുന്നു. കൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന മണ്ണാണ് എന്ത്? എക്കൽ മണ്ണ്. ഇന്ത്യയുടെ വിസ്തൃതിയുടെ 40% എക്കൽ മണ്ണാണ്. കേരളത്തിൽ നമുക്ക് ലാറ്ററൈറ്റ് മണ്ണാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എക്കൽ മണ്ണാണ്. കറുത്ത മണ്ണ് നമുക്ക് റിഗർ മണ്ണ് എന്ന് തന്നെയാണ് പറയുക. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും കൃഷ്ണ, ഗോദാവരി നദികളുടെ ഉയർന്ന ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിന എന്നിവ കറുത്ത മണ്ണിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. പൊട്ടാഷ്യം ചെറിയ തോതിൽ കാണപ്പെടുന്നു. ഫോസ്ഫറസും നൈട്രജനും ജൈവാംശം ഈ മണ്ണിൽ കുറവാണ്. ഇനി ചുവന്ന മണ്ണും മഞ്ഞ മണ്ണും നമുക്ക് നോക്കാം. അതിൽ മധ്യഗംഗാ സമുദ്രത്തിലെ തെക്കൻ ഭാഗങ്ങളും ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് ഈ മണ്ണിനങ്ങൾ കാണുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറ് ഭാഗത്തെ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും അതുപോലെ ആഗ്നേയശിലകളിൽ നിന്നും രൂപപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ചുവന്ന മണ്ണ്. ജൈവാംശം, ഫോസ്ഫറസ് അതുപോലെ തന്നെ നൈട്രജൻ ഇതൊക്കെ സാധാരണ കുറവാണ് ഈ മണ്ണിന്. ചെങ്കൽ മണ്ണ് നമുക്ക് നോക്കാം. അതിന് ലാറ്ററൈറ്റ് മണ്ണെന്നാണ് പറയുന്നത്, ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ ഉപദ്വീപീയ ഭൂമിയുടെ ഉയരം കൂടിയ പ്രദേശങ്ങളിലാണ് ഈ മണ്ണ്, ചെങ്കൽ മണ്ണ് കാണും. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ കല്ലെന്നർത്ഥം വരുന്ന ലേറ്റർ എന്നുള്ള പദത്തിൽ നിന്നാണ് ലാറ്ററൈറ്റ് എന്നുള്ള പദം വന്നത്. ഇപ്പോൾ ജൈവ പദാർത്ഥങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിവയൊക്കെ ഈ മണ്ണിൽ കുറവാണ്. ഇരുമ്പ് ഓക്സൈഡുകളും പൊട്ടാഷ്യം മണ്ണിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. കശുവണ്ടി കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വരണ്ട മണ്ണ് നോക്കാം. അരിഡ് സോയിൽ. മണൽ രൂപവും അതുപോലെ ലവണത്വ സ്വഭാവമുള്ള മണ്ണാണ്. ചുവപ്പ് മുതൽ തവിട്ട് നിറം വരെ ഈ മണ്ണിനുണ്ട്. പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ഇതിനെ കാണപ്പെടുന്നത്. കങ്കാർ പാളികളിലാണ് ഈ വരണ്ട മണ്ണ് കാണുക. ഇനി ലവണ മണ്ണ് സലൈൻ സോയിൽ എന്ന് പറഞ്ഞെങ്കിൽ പടിഞ്ഞാറൻ ഗുജറാത്ത്, കിഴക്കൻ തീരപ്രദേശത്തെ ഡെൽറ്റകൾ, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ എന്നീ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലവണ മണ്ണാണ്, സലൈൻ സോയിലാണ്. പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിന് ഫലഭൂയിഷ്ഠത ഇല്ലാത്തതും അതുപോലെ സസ്യവളർച്ചയ്ക്ക് അനുയോജ്യമല്ലാത്തതുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണ്. ഇനി പഞ്ചാബ്, ഹരിയാന പ്രദേശങ്ങളിൽ ലവണത്വം ഒഴിവാക്കാൻ ജിപ്സം ചേർക്കാറുണ്ട്. ഇനി പീറ്റ് മണ്ണ്. പൊതുവേ കനം കൂടിയതും കറുത്ത നിറത്തിലുള്ള ഈ മണ്ണ് ശരിക്കും കൂടുതലും മഴ ലഭിക്കുന്ന ഈർപ്പം കൂടുതലുമായ സ്ഥലങ്ങളിലാണ് ഈ മണ്ണ് കണ്ടുവരുന്നത്. ബീഹാറിൻ്റെ വടക്ക് ഭാഗങ്ങൾ, ഉത്തരാഖണ്ഡിൻ്റെ തെക്കൻ ഭാഗങ്ങൾ, പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങൾ, ഒഡീഷ, തമിഴ്നാട് ഇവിടെയൊക്കെ കാണാം. വനമണ്ണ്, അത് ഫോറസ്റ്റ് സോയിൽ. നന്നായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ താപം കൊള്ളുന്ന മണ്ണ്. പർവ്വത പരിസ്ഥിതിയെ ആശ്രയിച്ച് മണ്ണിൻ്റെ ഘടനയും തരി വലിപ്പത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം അറിയാലോ, തിരുവനന്തപുരത്ത് വാറോട്ടുകോണത്താണ്. 2014 മണ്ണ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ലോക മണ്ണ് ദിനം ഡിസംബർ 5-നാണ്. അതുപോലെ മണ്ണ് കൊണ്ട് ഡാം ഉണ്ടാക്കിയത് ബാണാസുര ഡാം ആണ്. ഇത്രയും കാര്യങ്ങളാണ് മണ്ണിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. താങ്ക് യു.